ഇന്ത്യൻ പാർലമെന്റ്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ. അവിടെ എന്ത് ചോദിക്കണം, എന്ത് ചോദിക്കരുത് എന്ന് തീരുമാനിക്കുന്നത് കോർപ്പറേറ്റുകളാണെന്ന് ഞങ്ങൾ പറയുന്നു. ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സാധാരണക്കാരനായ സ്ഥാനാർത്ഥി ശ്രീ KP രതീഷിന് താങ്കളുടെ മനസാക്ഷി മുദ്രണം ചെയ്ത വോട്ട്, ആ വോട്ട് ചൂൽ അടയാളത്തിൽ നൽകി അദ്ദേഹത്തിന്റെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങാൻ അനുവദിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ചോദിക്കട്ടെ, നമ്മുടെ ജീവന് എന്ത് സുരക്ഷയാണ് ഉള്ളത്? നാട്ടിലും കാട്ടിലും ജയിലിൽ വരെ രാഷ്ട്രീയ മാഫിയ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ അഴിഞ്ഞാടുകയാണ്. മനുഷ്യനെ പച്ചയ്ക്ക് അരിഞ്ഞുതള്ളി ഒന്നും അറിയാത്ത മട്ടിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു ചിരിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ നാടകം നടക്കുന്നത് പൊതുജനം എന്തും വിശ്വസിക്കുന്ന കഴുതകളാണെന്ന രാഷ്ട്രീയത്തിലെ ചില നികൃഷ്ട ജീവികൾ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ? ആ വിശ്വാസം നമുക്ക് മാറ്റണ്ടേ? എങ്കിൽ താങ്കളുടെ വോട്ട്, താങ്കളുടെ മനുഷ്യസ്നേഹം മുദ്രണം ചെയ്ത ആ വോട്ട് ആം ആദ്മി പാർട്ടിയുടെ മനുഷ്യസ്നേഹിയായ സ്ഥാനാർത്ഥി ശ്രീ KP രതീഷിന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചൂൽ അടയാളത്തിൽ നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അപേക്ഷിക്കുന്നു. കോർപ്പറേറ്റ് ഇടനിലക്കാരി നീര റാഡിയയുടെ രഹസ്യ സംഭാഷണങ്ങളിലൂടെ നമ്മൾ അറിയുന്നു എല്ലാ രാഷ്ട്രീയ കക്ഷികളും കുത്തകകളുടെ പാവകൾ മാത്രമാണെന്ന്. അംബാനി പറയുന്നു കോൺഗ്രസ് തന്റെ സ്വന്തം കടയാണെന്ന്. നമ്മൾ അംബാനിമാരുടെ താളത്തിനൊത്തു തുള്ളുന്ന പാവകളെ തെരഞ്ഞെടുത്തയക്കണോ, അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണോ? ആം ആദ്മി പാർട്ടിയുടെ യുവത്വം തുടിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീ KP രതീഷിന് താങ്കളുടെ രാജ്യസ്നേഹം മുദ്രണം ചെയ്ത വോട്ട്, ആ വോട്ട് ചൂൽ അടയാളത്തിൽ നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അപേക്ഷിക്കുന്നു. ഞങ്ങൾ പറയുന്നു, കഴിഞ്ഞ 66 വർഷവും കോർപ്പറേറ്റുകളും രാഷ്ട്രീയക്കാരും കൂടി നമ്മുടെ സമ്പന്ന രാജ്യത്തെ കൊള്ളയടിക്കുകയായിരുന്നു. അവർ നമ്മുടെ കൽക്കരിപ്പാടങ്ങളും ഇരുമ്പയിരും എണ്ണയും മണലും വെള്ളവും വരെ കൊള്ളയടിച്ചു. ശരിയല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എങ്കിൽ അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വന്ന ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ശ്രീ KP രതീഷിന് താങ്കളുടെ വിലയേറിയ വോട്ട് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചൂൽ അടയാളത്തിൽ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അപേക്ഷിക്കുന്നു. അഴിമതിക്കെതിരെ ചെറുവിരലനങ്ങിയാൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒറ്റക്കെട്ടായി ചെറുക്കുന്നു. ഓഹരി കുംഭകോണം, ബൊഫേഴ്സ്, കാലിത്തീറ്റ, 2G സ്പെക്ട്രം, കൽക്കരിപ്പാടം, അങ്ങനെ ആ നിര നീളുന്നു. ഞങ്ങൾ പറയുന്നു, അവർ ലക്ഷ്യമിടുന്നത് അഴിമതി മാത്രമാണെന്ന്. അവർ നമ്മെ കൊള്ളയടിക്കുന്നു. നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും പണം സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിലും ബിനാമി ഇടപാടുകളിലും ഉറങ്ങുകയാണ്. ശരിയല്ലെന്ന് തോന്നുന്നുണ്ടോ? ശരിയാണെങ്കിൽ താങ്കളുടെ വോട്ട് രാജ്യസ്നേഹിയായ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ശ്രീ KP രതീഷിന് ചൂൽ അടയാളത്തിൽ നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അപേക്ഷിക്കുന്നു.